ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു സ്റ്റീംഡ് കേക്കാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. വളരെ പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ അടിച്ച് നല്ലപോലെ പതിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരം ഒരു സ്പൂണിൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചാൽ ഇതുപോലെ നന്നായിട്ട് പതിഞ്ഞ് വരും കേട്ടോ. ഈ ഒരു മിക്സാണ് ഇതിലേക്ക് ബേക്കിംഗ് പൗഡറിന് പകരമായിട്ട് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് അടിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ഒരുപാട് അടിച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കേക്കിലേക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഇതുപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ്, അതായത് പേപ്പർ ഗ്ലാസ്സിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിൽ ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു പേപ്പർ ഗ്ലാസിൻ്റെ പകുതി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങ ചിരവിയത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ആവിയിലാകുമ്പോൾ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇതുപോലെ കുക്കായി കിട്ടും. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്